Hey guys, welcome back to the channel. ഇന്ന് നമുക്ക് കുറച്ച് സ്ഥലത്ത് കറങ്ങിയിട്ട് വരാം. ആസ് യൂഷ്വൽ എൻ്റെ എല്ലാ ട്രാവൽ വ്ലോഗും പോലെ ഈ വീഡിയോ എടുത്തിട്ടും കുറച്ചു കാലമായി. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിടാനുള്ള സാഹചര്യം കിട്ടിയത്. എൻ്റെ കോഴ്സ് വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലൊക്കേഷൻ മൊത്തം കോഴിക്കോടാട്ടോ. കുറെ പേര് എന്നോട് മുന്നത്തെ വ്ളോഗ് കണ്ടിട്ട് നത്തിങ് 3യിൽ എടുത്തതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ്സ് ഒന്നും നത്തിങ്ങിൽ എടുത്തതല്ല, പക്ഷെ ഈ വ്ളോഗ് നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നത്തിങ്ങിൽ എടുത്തതാണ്. സോ ഈ ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് ഈ വ്ളോഗ് കണ്ട ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫറൂഖിലേക്കാണ്. പിന്നെ ഞാൻ എപ്പോൾ കാലെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ മഴയാണല്ലോ. മഴ ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും നല്ല രാവിലെ ആയതുകൊണ്ടുമാണെന്ന് തോന്നുന്നു ബസ്സിൽ അധികം തിരക്കില്ലായിരുന്നു. എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ഇനി നമുക്ക് ഈ ചളിയൊക്കെ ചാടിക്കടന്നുകൊണ്ട് സ്ഥലത്തോട്ടേക്ക് പോവാം. പോകുന്ന വഴിയൊക്കെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ബൈ ദ വേ, നിങ്ങൾക്ക് ഫറൂഖ് എന്ന് പേര് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? ഈ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറെ വർഷങ്ങൾക്ക് മുൻപാണ്. പണ്ട് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് കേരളത്തിന്റെ കൺട്രോൾ പോയി ബ്രിട്ടീഷുകാർ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പില് ടിപ്പു സുൽത്താൻ നമ്മുടെ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളും ക്യാപ്ചർ ചെയ്ത് വെച്ചിരുന്നു. അപ്പം അതിനൊക്കെ കൂടെ ഒരു ക്യാപിറ്റൽ വേണമല്ലോ. ആ ക്യാപിറ്റലായിട്ട് ചാലിയാർ പുഴയുടെ ബാങ്കിലുള്ള ഈ സ്ഥലം സെലക്ട് ചെയ്തു. ആൻഡ് ഈ സ്ഥലത്തിന്റെ പേര് ഫറൂഖാബാദ് എന്ന് ഇട്ടു. ഖലീഫ ഉമർ അൽ ഫറൂഖ് എന്ന് പറഞ്ഞ ആൾക്ക് ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ പേരിട്ടത്. പിന്നെ ആൾക്കാർ അത് പറഞ്ഞ് ഫറൂഖിയാന്നായി, പിന്നെ അത് ഫറൂഖായി. അങ്ങനെയാണ് നമ്മുടെ ഇപ്പത്തെ ഫറൂഖിന് പേര് കിട്ടിയത്. കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്റെ അവിടുത്തെ പണിയും കഴിഞ്ഞു. ഞാൻ തിരിച്ചു പോവാണ്. അവിടുത്തെ സാധനങ്ങളൊന്നും വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഈ ബസ്സിലും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. അതിന്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ പുറത്തത്തെ കാറ്റൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല മഴ വന്നു. അപ്പോഴും ഞാൻ അതിന്റെ സന്തോഷത്തിൽ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ ബാക്കിൽ തന്നെ ഒരാള് തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ആ ഷട്ടർ ഒന്ന് താത്തിയിടുവോന്ന്. അപ്പൊ പിന്നെന്ത് ചെയ്യാനാ, ഷട്ടർ താത്തണ്ടേ. ഷട്ടർ താത്തി. പിന്നെ ഒരു എന്റർടൈൻമെന്റും ഇല്ലായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തി. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡ് വരെ എത്തിയിട്ട് നമ്മളിങ്ങനെ കറങ്ങാതെ നേരെ വീട്ടിൽ പോകുന്നതൊക്കെ മോശമല്ലേ. അതുകൊണ്ട് ഞാൻ ഫോക്കസ് മാളിലോട്ടേക്ക് വിടാന്ന് വിചാരിച്ചു. ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. നേരെ വെച്ച് പിടിച്ചാൽ മതി ഇവിടുന്ന്. ബസ് ഇറങ്ങിയ സ്ഥലത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മെഗ്ഡീന്റെ സൈൻ ഇല്ലേ, അവിടെയാണ് നമ്മുടെ ഫോക്കസ് മാൾ. ഞാൻ ചെറുപ്പം തൊട്ടേ പോയി വരുന്ന മാൾ. ഞാൻ ആദ്യമായിട്ട് പോയ മാളും ഇത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇപ്പത്തെ ഇതിന്റെ ലുക്കൊക്കെ അങ്ങ് മാറി. പണ്ട് ഒരു നീലയും ചുവപ്പും കളറായിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ. നമ്മളെ ഹെൽമെറ്റോ ലഗേജ് ഒക്കെ ആയിട്ടാണ് മുകളിലോട്ടേക്ക് പോകുന്നെങ്കിൽ അവിടെ കൈവീശി നടക്കാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ സെൽഫ് സർവീസ് ലോക്കേഴ്സ് ഉണ്ട്. അവിടെ നമ്മളെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കൈയും വീശി നടക്കാം. പക്ഷെ ഞാൻ അതിലൊന്നും വെക്കുന്നില്ല. എനിക്ക് ബാക്കിലിടുന്ന ഒരു ബാഗേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ താഴെക്കൂടെ ഒരു റൗണ്ട് അടിച്ചതിന് ശേഷം ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അതിന്റെ പരിപാടികൾ നോക്കാം. എല്ലാ ആളുകളെയും പോലെ ഇതിനും ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട്. പല പല ആർട്ടിസ്റ്റ്സും ഒക്കെ വന്ന് ഇവിടെ ഓരോരോ പെർഫോമൻസ് ഒക്കെ നടത്താറുണ്ട്. പിന്നെ എന്റെ കണ്ണുപോയത് ഈ മെഗ്ഡിയിലോട്ടേക്കാണ്. അപ്പൊ മെഗ്ഡിയിലോട്ട് എന്നെ വെച്ച് പിടിച്ചു. ഇത് കുറച്ചു കാലം മുന്നേ ഉള്ള വീഡിയോ ആണല്ലോ. ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ചു കാലങ്ങൾ മുന്നേ ഞാൻ എന്റെ കസിന്റെ കൂടെ വെറുതെ വന്നിട്ട് ഓനൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു. ആ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് തന്നെയാണ് ഞാൻ ഇന്നും ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പൊ അത്ര തിരക്കൊന്നും ഇല്ല. എല്ലാ സീറ്റ്സും ഏകദേശം കാലിയാണ്. സോ ഞാൻ ആദ്യം ഇരുന്ന സ്ഥലത്ത് ചാരാനുള്ള ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വിൻഡോ സീറ്റ് ഇവിടെയും പിടിച്ചു. എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്പോട്ടാണ്. നല്ലോണം പുറത്തോട്ടേക്കുള്ള വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടായിരുന്നു. പക്ഷെ ഈ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ പോയൊരു കാര്യമുണ്ടായിരുന്നു. അത് പറഞ്ഞു തരാം. പിന്നെ ഞാനിപ്പോ ഓർഡർ ചെയ്തിട്ട് സീറ്റ് മാറിയില്ലേ, ആ സീറ്റ് മാറുമ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന ഒരു കോണ് പോലത്തെ സാധനം ഇല്ലേ, നമ്പർ എഴുതിയത്, അതും എടുത്ത് നീങ്ങണേ. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ സീറ്റ് എവിടെയാന്ന് മനസ്സിലാവൂല. ഇത് പറയാനുള്ള കാരണം എന്നെ പോലെ വേറൊരാള് സീറ്റ് മാറിയിരുന്നു, പക്ഷെ ഈ കോൺ എടുക്കാതെയായിരുന്നു മാറിയത്. അപ്പം ഈ ഓർഡർ വന്നപ്പം അവർക്ക് എവിടെ കൊണ്ടു കൊടുക്കണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് ഗ്രിൽഡ് ചിക്കൻ ചീസ് ബർഗർ ആണ്. അതിനോട് കോംബോ ആയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ മെറിന്റെയും പിന്നെ ഈ ഫ്രൈസും പിന്നെ ഈ 2 സോസും കിട്ടിയത്. ഞാൻ ആ സോസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ബൈറ്റ് എടുത്തതിന് ശേഷം ആ സോസ് മൊത്തമായിട്ട് അങ്ങ് പെരട്ടി. അത് കഴിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത എരിവായിരുന്നു. അതിന് ഭയങ്കര എരിവൊന്നല്ല, പക്ഷെ ഞാൻ അത്രയും അതിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ സോസ് ആക്കിയ ഭാഗം മൊത്തം നമ്മൾ കഴിച്ചു തീർക്കണമല്ലോ. അപ്പത്തേക്ക് എന്റെ കണ്ണെന്നും മൂക്കുന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് എനിക്ക് പുറത്ത് കാണാം, പക്ഷെ പുറത്തുള്ളവർക്കൊന്നും എന്നെ കാണില്ല എന്നാ. പക്ഷെ അവരൊക്കെ ഞാൻ ഈ കരഞ്ഞു കൊണ്ട് തിന്നുന്നത് കണ്ടിട്ട് അയ്യോ ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതും കൂടെ അങ്ങ് തീർത്ത് ഞാൻ ഇറങ്ങി വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഫോക്കസ് മാളിലുള്ള എല്ലാ ഫ്ലോർസിലൂടെയും വെറുതെ ഒന്ന് കറങ്ങി, ഒരാവശ്യമില്ലാതെ. അപ്പൊ നിങ്ങൾക്ക് ഫോക്കസ് മാളിന്റെ ടൂർ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് മാളിന്റെ ഫുൾ വീഡിയോ ഇടുന്നതിൽ കാര്യമില്ല.
ഉണ്ടാവില്ലല്ലോ. സാധാരണ മിനിമം ഞാനൊരു വിൻഡോ ഷോപ്പിംഗ് എങ്കിലും ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വിൻഡോ ഷോപ്പിംഗ് ആണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഷോപ്പിന്റെ പുറത്തുകൂടെ വെറുതെ ഒന്ന് നടന്നു വന്നു. അതിനുശേഷം എക്സിറ്റ് അടിച്ച് നമ്മുടെ ബസ് സ്റ്റാൻഡിലോട്ടേക്ക് പോകുകയാണ്. പിന്നെ ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യാൻ നല്ല തിരക്കാണ്. പക്ഷെ ഫുട് ഓവർ ബ്രിഡ്ജ് ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ്. എസ്കലേറ്റർ മാത്രമല്ല, ഇത്തിരി അപ്പുറത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ലിഫ്റ്റും ഉണ്ട്. പക്ഷെ ലിഫ്റ്റ് ഫുൾ ടൈം ഉണ്ടോന്ന് സംശയമാണ്. ഞാൻ എപ്പോഴും എസ്കലേറ്ററിലാണ് പോവാറ്. നിങ്ങളുടെ കയ്യിൽ ട്രോളിയും വലിയ വലിയ ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ലിഫ്റ്റ് ആണ് സുഖം. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് എത്തുക എന്നുള്ളത് ബ്രിഡ്ജിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾ ഇവിടുത്തുകാരല്ലെങ്കിൽ ഓർ ഇവിടുത്തുകാരാണ്, പക്ഷെ ഈ സ്ഥലത്തിനെ കുറിച്ചൊന്നും വലിയ പിടിയില്ലെങ്കിൽ ആ ബോർഡ്സ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എസ്കലേറ്റർ പേടിയാണെങ്കിൽ സാധാ സ്റ്റെപ്പും ഉണ്ട്. ആൻഡ് ചില സമയത്ത് താഴോട്ടേക്കുള്ള എസ്കലേറ്റർ അവർ ഓഫ് ആക്കി ഇടാറുണ്ട്. നമ്മളിത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഓട്ടോ സ്റ്റാൻഡിലോട്ടേക്കാണ്. ഓട്ടോയിൽ പോണെങ്കിൽ അതിൽ പോവാം, അല്ലെങ്കിൽ മുന്നേ തന്നെ നമ്മുടെ മെയിൻ പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്, അങ്ങോട്ട് പോവാം. ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു മിനി SM സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന പോലെയാണ് തോന്നുക. അലുവ, ലോട്ടറി, ഡ്രസ്സിന്റെ കട, പിന്നെ ബാക്കിയുള്ള കുറെ ഫുഡിന്റെ കട, ഇവിടത്തെ ആൾക്കാർ നമ്മളെ മാടി മാടി ഷോപ്പിലോട്ടേക്ക് വിളിക്കും. എന്റെ ഇതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റൗണ്ടിൽ കുറെ ഷോപ്പുകളുണ്ട്. അവിടെ കുറെ ഫോണിന്റെ ആക്സസറീസ് ഒക്കെ കിട്ടുന്ന കടയുണ്ട്. അങ്ങനത്തെ ഒരു കടയിൽ കയറിയിട്ടാണ് ഞാൻ എന്റെ ഫോണിന്റെ കവർ വാങ്ങിയത്. കുറെ പേര് ചോദിച്ചിരുന്നു ഈ കടയാണ് ആ കട. പിന്നെ നിങ്ങളുടെ ഫോൺ കവർ യെല്ലോ ആവുന്നുണ്ടെങ്കിൽ അത് സിലിക്കണിനെ കൊണ്ട് ഉണ്ടാക്കിയ കവർ ആയതുകൊണ്ടാണ്. പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ കളർ ചേഞ്ച് ആയി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഞാനൊരു ബസ് കയറി വീട്ടിലോട്ട് വിട്ടു. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് നിർത്താം. വ്ലോഗിംഗ് സെറ്റപ്പിനുള്ള ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ വെറുതെ ഫോണിലെടുത്ത വീഡിയോ ആണ് ഇത്. ഞാൻ എടുത്തതായത് കൊണ്ടും വ്ലോഗിങ്ങിനായിട്ട് പോയിട്ട് എടുത്ത വീഡിയോ അല്ലാത്തത് കൊണ്ടും ഒരു പരിപാടിക്ക് പോകുന്നതിന്റെ ഇടയ്ക്കുള്ള ധൃതിയിൽ എടുത്ത വീഡിയോ ആയതുകൊണ്ടും ഇതിന് അതിൻ്റെതായ പരിമിതികൾ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഇത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഇതുപോലത്തെ വേറെ കോഴിക്കോട് എക്സ്പ്ലോറിംഗ് വീഡിയോസ് ഞാൻ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ ഇനി ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിട്ടോ. പിന്നെ ഞാൻ ഈ ചാനലിൽ തന്നെ വേറെ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ട്രാവൽ, ടെക് റിലേറ്റഡ്, അങ്ങനെ കുറെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്ക്. അപ്പൊ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ഒന്നും വിട്ടോണ്ട. ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.